everyone, welcome to Success Academy's YouTube channel. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ജനുവരി 13-ാം തീയതി ചോദിച്ച GD എക്സാമിൻ്റെ സെക്കൻഡ് ഷിഫ്റ്റിലെ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, if 24 women can complete a work in 16 days, in how many days 32 women will complete the same work? 24 സ്ത്രീകൾ ഒരു വർക്ക് കംപ്ലീറ്റ് ആക്കാൻ 16 ദിവസമാണ് എടുക്കുന്നതെങ്കിൽ അതേ വർക്ക് കംപ്ലീറ്റ് ആക്കാൻ 32 സ്ത്രീകൾക്ക് എത്ര ദിവസം വേണം? എങ്ങനെ ചെയ്യാം? ടൈം ആൻഡ് വർക്കിൽ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, N1 × D1 = N2 × D2. N1 എന്ന് പറയുന്നത് അല്ലെങ്കിൽ N എന്ന് പറയുന്നത് നമ്പർ ഓഫ് പീപ്പിൾ ആണ്, D നമ്പർ ഓഫ് ഡേയ്സ് ആണ്. ആദ്യത്തെ കേസിൽ എത്ര പേരുണ്ട്? 24 പേരുണ്ട്. ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ് 16 ആണ്. N2 എന്ന് പറയുന്നത് 32 നമ്പർ ഓഫ് ഡേയ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. 16 × 2 ആണ് 32. ഇനി 24/2 എന്ന് പറയുന്നത് എത്ര വരും? 12. അപ്പോൾ നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത് 12 ആണ്. ഓപ്ഷൻ നമ്പർ 3. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വാട്ട് റേഷ്യോ മസ്റ്റ് വാട്ടർ ബി മിക്സ്ഡ് വിത്ത് മിൽക്ക് കോസ്റ്റിംഗ് ₹15 per liter to obtain a mixture worth ₹10 per liter? Water is available free of cost. ലിറ്ററിന് 15 രൂപ വരുന്ന മിൽക്ക് എത്ര ലിറ്റർ വാട്ടറായിട്ട് മിക്സ് ചെയ്താലാണ് കിട്ടുന്ന മിക്സ്ചറിന് ലിറ്ററിന് 10 രൂപ ആയിരിക്കുന്നത്? പിന്നെ പറഞ്ഞിട്ടുള്ള കാര്യം, വാട്ടർ ഫ്രീ ഓഫ് കോസ്റ്റിലാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതെങ്ങനെയാണ്? അലിഗേഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അലിഗേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് രണ്ടോ അതിലധികമോ ഇൻഗ്രീഡിയൻസ് വരുന്ന മിക്സ്ചറിൻ്റെ കേസിലാണ് അലിഗേഷൻ യൂസ് ചെയ്യുക. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ എ എന്ന് പറയുന്നത് ബി എന്ന് പറയുന്നതാണ് രണ്ട് ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ രണ്ട് കമ്പോണൻസ് എങ്കിൽ ഇവിടെ ഒരു വാല്യൂ ഉണ്ടാകും എക്സ്. ഈ എക്സിൻ്റെ വാല്യൂ എൻ്റെയും ബീൻ്റെയും വാല്യൂവിൻ്റെ ഇടയ്ക്കുള്ളൊരു സംഖ്യയായിരിക്കും. ഇനി എന്ത് ചെയ്യുക? ബി മൈനസ് എക്സ് ചെയ്യുക. ഇവിടെ എന്ത് ചെയ്യണം? എ മൈനസ് എക്സ് ചെയ്യണം. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞൊരു മിക്സ്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എയും ബിയും ഏത് റേഷ്യോയിലാണ് എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് വരിക? ബി മൈനസ് എക്സ് ഈസ് ടു എ മൈനസ് എക്സ്. അപ്പോൾ ഈ കേസിൽ എങ്ങനെയാണ്? വാട്ടർ ഉണ്ട്, മിൽക്ക് ഉണ്ട്. വാട്ടർ എന്താ പറഞ്ഞേക്കുന്നത്? ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. അപ്പോൾ വാട്ടറിന് എത്ര രൂപ? 0. മിൽക്കിന് ലിറ്ററിന് 15 രൂപ. അപ്പോൾ നമ്മൾ ഇവിടെ എത്ര എഴുതി? 15 എഴുതി. മിക്സ്ചറിൻ്റെ കാര്യം എന്താ പറഞ്ഞേക്കുന്നത്? മിക്സ്ചറിന് ലിറ്ററിന് 10 രൂപ വേണം. നമ്മളിവിടെ എന്തെഴുതണം? 10 എന്ന് എഴുതണം. ഇനി ഇത് രണ്ടും കൂടി മൈനസ് ചെയ്യുക. 10 - 0 10, 15 - 10 5. അപ്പോൾ എന്താണ് റേഷ്യോ? 5:10. 5:10 എന്ന് പറയുന്നത് 1:2. ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്ന പോലെ ലിറ്ററിന് 10 രൂപ വരുന്ന മിക്സ്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 ലിറ്റർ മിൽക്കിൻ്റെ കൂടെ 1 ലിറ്റർ വാട്ടറാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഏതാണ് ഓപ്ഷൻ വരിക? ഓപ്ഷൻ നമ്പർ 3. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, ടീന ഗെറ്റ്സ് എ ഡിസ്കൗണ്ട് ഓഫ് 15% ഓൺ എ ഗ്രൈൻഡർ ഹൂസ് മാർക്ക്ഡ് പ്രൈസ് ഈസ് ₹8,200. സിൻസ് ഷീ പേയ്സ് ക്യാഷ് ഷീ ഗെറ്റ്സ് ആൻ അഡീഷണൽ 3% ഡിസ്കൗണ്ട് ടു ഹൗ മച്ച് ഡസ് ഷീ പേ? 8,200 രൂപ വില വരുന്ന ഒരു ഗ്രൈൻഡറിന് എത്ര പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്? 15% ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ക്യാഷ് ആയിട്ടാണ് പേ ചെയ്യുന്നതെങ്കിൽ അഡീഷണൽ ആയിട്ട് ഒരു 3% കൂടെ ഡിസ്കൗണ്ട് ലഭിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫൈനൽ സെല്ലിംഗ് പ്രൈസ് അല്ലെങ്കിൽ ടീനയ്ക്ക് ഇത് എത്ര രൂപയ്ക്കാണ് ലഭിച്ചിരിക്കുന്നത്? ഇതാണ് കാണേണ്ടത്. അപ്പോൾ ഇതെങ്ങനെ കാണാം? മാർക്ക്ഡ് പ്രൈസ് ആണ് 8,200. ഇനി സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ഇവിടെ 15% ഡിസ്കൗണ്ട്. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എങ്ങനെ കാണാം? 100 - 15% എത്രയാണ്? 85% ആണ് എന്ത്? സെല്ലിംഗ് പ്രൈസ് ആദ്യത്തെ കേസിൽ. രണ്ടാമത്തെ കേസിലോ ഡിസ്കൗണ്ട് 3% ആണ്. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എത്ര പെർസെൻറ്റേജ് വരും? 100 - 3 = 97%. നമുക്ക് എന്താ കാണേണ്ടത്? ഫൈനൽ സെല്ലിംഗ് പ്രൈസ് അല്ലെങ്കിൽ എത്ര രൂപയാണ് ടീന ഇതിന് കൊടുക്കുന്നത്. അപ്പോൾ എങ്ങനെ കാണാം? സെല്ലിംഗ് പ്രൈസ് = 8,200 ഇൻറ്റു ഇതിൻ്റെ 85%, 85 / 100 ഇൻറ്റു 97/100 എത്ര വരും? 0 കട്ട് ചെയ്തു, 5 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 17/20 എന്ന് വന്നു. നമ്മളിത് സോൾവ് ചെയ്യുമ്പോൾ ആൻസർ വരിക 67,60.9 ഓപ്ഷൻ നമ്പർ 3 ആയിരിക്കും ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഒന്നുകിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇഫക്റ്റീവ് റേറ്റ് ഡിസ്കൗണ്ടിൻ്റെ ഇഫക്റ്റീവ് പെർസെൻറ്റേജ് കണ്ടിട്ട് ചെയ്യാം. അതെങ്ങനെ കാണാം? A+B - AB/100. AB/100. എയുടെ വാല്യൂ എത്രയാണ്? 15 ആണ്. +3 - 15 × 3 / 100. ഇങ്ങനെ വേണമെങ്കിലും നമുക്ക്
ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എഫക്റ്റീവ് റേറ്റ് കിട്ടും. അത് വെച്ചിട്ട് എന്ത് ചെയ്യാം, സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കാം. ഓക്കെ ആണല്ലോ. അടുത്തത് A and B are two typists. One afternoon, they were each given 80 pages for typing. They divided the work equally, but B finished 40 minutes before A, who took 4 hours for the same. The next afternoon, they were again given 121 pages to type. However, this time decided to divide the work in such that they finished typing simultaneously. ഹൗ മെനി പേജസ് ഡിഡ് എ ഹാവ് ടു ടൈപ്പ്? എയും ബിയും ആരാണ്? രണ്ട് ടൈപ്പിസ്റ്റാണ്. ഇവർക്ക് ആദ്യത്തെ ദിവസം 80 പേജസാണ് ടൈപ്പ് ചെയ്യാൻ കൊടുക്കുന്നത്. അത് ടൈപ്പ് ചെയ്ത് വന്നപ്പോൾ എക്ക് എത്ര മണിക്കൂർ എടുത്തു? എക്ക് 4 മണിക്കൂർ എടുത്തു. ബി എ കംപ്ലീറ്റ് ആക്കുന്നതിനേക്കാളും 40 മിനിറ്റ്സ് മുന്നേ കംപ്ലീറ്റ് ആക്കി. പിറ്റേ ദിവസം എന്ത് ചെയ്തത്? 121 പേജസാണ് കിട്ടിയത്. അപ്പോൾ ഇവരത് ഡിവൈഡ് ചെയ്തു. എങ്ങനെ ഡിവൈഡ് ചെയ്തത്? ഇത് ചെയ്ത് തീർക്കുന്ന സമയം എയുടെയും ബിയുടെയും ഈക്വൽ ആവുന്ന രീതിയിലാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എ എത്ര പേജസ് ടൈപ്പ് ചെയ്തു? ഇതാണ് കാണേണ്ടത്. നമുക്ക് എയുടെയും ബിയുടെയും ടൈം എഴുതാമല്ലോ. 4 hours എന്ന് പറയുമ്പോൾ എത്ര മിനിറ്റ്സ് ആണ്? 4 × 60 240 മിനിറ്റ്സ് ആണ്. ബിയോ 40 മിനിറ്റ് മുന്നേ. അപ്പോൾ 240 നിന്ന് 40 കുറച്ച് കഴിഞ്ഞാൽ 200 ആണ്. 200 മിനിറ്റ്സ് ആണ് ബി എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ എടുക്കുകയാണെങ്കിൽ 6:5 എന്ന് വരും. അപ്പോൾ 6:5 ആണ് ടൈമിൻ്റെ റേഷ്യോ എങ്കിൽ ടോട്ടൽ വർക്ക് നമുക്ക് എങ്ങനെ എടുക്കാം? ഇതിൻ്റെ LCM എത്രയാണ്? 30 LCM വന്നു കഴിഞ്ഞാൽ എഫിഷ്യൻസി എത്ര വരും? 5:6. അപ്പോൾ എയുടെയും ബിയുടെയും എഫിഷ്യൻസിയുടെ റേഷ്യോ എന്ന് പറയുന്നത് 5:6 ആണ്. അതായത് 1 യൂണിറ്റ് ടൈമിൽ എ 5 യൂണിറ്റ് വർക്ക് ചെയ്യും, ബി 1 യൂണിറ്റ് ടൈമിൽ 6 യൂണിറ്റ് വർക്ക് ചെയ്യും. അപ്പോൾ ടോട്ടൽ വർക്ക് എത്ര വന്നു? 11 യൂണിറ്റ്. അതെങ്ങനെയാണ്? W എന്ന് പറയുന്നത് എഫിഷ്യൻസി ഇൻറ്റു ടൈമാണ്. സെക്കൻഡ് കേസിൽ എന്താ പറഞ്ഞേക്കുന്നത്? അവർ ഒരേ സമയത്താണ് കംപ്ലീറ്റ് ആക്കുന്നത്. അപ്പോൾ ടൈം എന്തായി? ടൈം കോൺസ്റ്റൻ്റ് ആയി. അപ്പോൾ W ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എഫിഷ്യൻസി. അപ്പോൾ W1/W2 നമുക്ക് എങ്ങനെ എഴുതാം? ഇത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ലേ. അപ്പോൾ W1 / W2 എന്ന് പറയുന്നത് എഫിഷ്യൻസി 1 / η1/η2. അപ്പോൾ എഫിഷ്യൻസിയുടെ റേഷ്യോ എന്താണ്? 5/6 ആണ്. അപ്പോൾ ഇത് തന്നെയാണ് വർക്കിൻ്റെ റേഷ്യോ. അപ്പോൾ ടോട്ടൽ വർക്ക് എത്ര വന്നു? 5 + 6 11 യൂണിറ്റ് ആണ് ടോട്ടൽ വർക്ക്. ഓക്കെ അല്ലേ? ശരിക്കും എത്രയാണ് രണ്ടാമത്തെ ദിവസം അവർക്ക് കൊടുത്തേക്കുന്ന വർക്ക്? 121 ആണ്. അപ്പോൾ 11 യൂണിറ്റ് എന്ന് പറയുന്നതാണ് 121. അപ്പോൾ 1 യൂണിറ്റ് എത്രയായി? 11. എ എത്ര പേജസ് ചെയ്യുന്നത് ചോദിച്ചേക്കുന്നത്? എ എത്ര യൂണിറ്റ് ചെയ്യുന്നുണ്ട്? 5. അപ്പോൾ 5 യൂണിറ്റ് എന്ന് പറയുന്നത് 55 പേജസ് ആണ് ആര് ചെയ്യുന്നത്? എ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. എ തീഫ് ഈസ് നോട്ടീസ്ഡ് ബൈ എ പോലീസ്മാൻ ഫ്രം എ ഡിസ്റ്റൻസ് ഓഫ് 380 meter. The thief starts running and the policeman chases him. The thief and the policeman run at the speed of 25 meter per second and 30 meter per second respectively. What is the time taken by the policeman to catch the thief? ഒരു പോലീസുകാരൻ തീഫിനെ സ്പോട്ട് ചെയ്യുന്നത് 380 മീറ്റർ. അതായത് തീഫിൻ്റെയും പോലീസിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആണെന്ത്? 380 മീറ്റർ. ഇവർ രണ്ടുപേരും ഓടുന്ന സ്പീഡ് എന്നിട്ടുണ്ട് 25 മീറ്റർ പെർ സെക്കൻഡ് ആണ്, 30 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ പോലീസ് തീഫിനെ ക്യാച്ച് ചെയ്യാൻ പിടിക്കാൻ വേണ്ടിയിട്ട് എത്ര സമയം എടുക്കുന്നതാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ടൈമിൻ്റെ ഇക്വേഷൻ എന്താണ്? ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ഇവിടെ എന്ത് സ്പീഡാണ്? റിലേറ്റീവ് സ്പീഡാണ്. അപ്പോൾ രണ്ടുപേരും ഒരേ ഡയറക്ഷനിലേക്ക് പോകുമ്പോൾ റിലേറ്റീവ് സ്പീഡ് എന്തായിരിക്കും? SP - ST. അതായത് പോലീസിൻ്റെ സ്പീഡ് മൈനസ് തീഫിൻ്റെ സ്പീഡ്. പോലീസിനായിരിക്കില്ല സ്പീഡ് കൂടുതൽ. ഈക്വൽ ടു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ നമ്മൾ ചേസിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പോലീസിൻ്റെയും തീഫിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ D എന്ന് കൺസിഡർ ചെയ്യുന്നത്. അതാണ് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്. 380 ഡിവൈഡഡ് ബൈ 30 - 25 എത്രയാണ്? 5 ആണ്. ക്വസ്റ്റ്യനിൽ യൂണിറ്റ് ഒന്നും മാറ്റണ്ട, കാരണം ഡിസ്റ്റൻസ് മീറ്ററിലാണ് തന്നേക്കുന്നത്, സ്പീഡ് മീറ്റർ പെർ സെക്കൻഡിലാണ്, ഓപ്ഷൻസ് ആണെങ്കിലും സെക്കൻഡിലാണ്. അപ്പോൾ നമുക്ക് വേറെ യൂണിറ്റ് കൺവേർഷൻ ഒന്നുമില്ല, ഡയറക്റ്റ് ആയിട്ട് ഇത് കട്ട് ചെയ്താൽ മതി. അപ്പോൾ എത്ര വരും? 76 സെക്കൻഡ്. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ നമ്പർ 2 ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതിന് മുന്നത്തെ ഷിഫ്റ്റിൽ ചോദിച്ചിട്ടുള്ളതാണ്. അടുത്തത്, in an examination there are 3 subjects of 100 marks each. A student scores 75% in the first subject and 86% in the second subject. He scored 68% in aggregate. His percentage of marks in the third subject is 100 ടോട്ടൽ മാർക്ക് 100 വരുന്ന 3 സബ്ജക്റ്റിൻ്റെ എക്സാമാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ സബ്ജക്റ്റിൽ 75% കിട്ടി, രണ്ടാമത്തിൽ 86% കിട്ടി. ടോട്ടൽ എത്ര കിട്ടിയേക്കുന്നത്? ടോട്ടൽ 68% ആണെങ്കിൽ മൂന്നാമത്തെ എക്സാമിന് അല്ലെങ്കിൽ മൂന്നാമത്തെ സബ്ജക്റ്റിൽ എത്ര മാർക്കാണ് ലഭിച്ചിരിക്കുന്നത്? അപ്പോൾ ഇതാണ് കാണേണ്ടത്. ആദ്യത്തെ പരീക്ഷയ്ക്ക് എത്ര കിട്ടുക? 75%. 100ൻ്റെ 75% എന്ന് പറയുന്നത് എത്രയാണ്?
70 തന്നെയാണ്. കാരണം എന്താ, 100ലാണ് പരീക്ഷ, 100ൽ 75 കിട്ടി. പെർസെൻറ്റേജ് കാണാൻ മാർക്ക് കാണാൻ വേണ്ടി ഇൻറ്റു 100 ചെയ്യുക. അപ്പോൾ 100ഉം 100ഉം ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ എത്ര മാർക്ക് വന്നു? 75 മാർക്ക്. രണ്ടാമത്തെ കേസിലാണെങ്കിലോ 86 എത്രയിൽ? 100ൽ 86/100 ഇൻറ്റു 100 എന്ന് പറയുന്നത് എത്ര വരാം? 86 ആണ്. അപ്പോൾ ടോട്ടൽ എത്ര മാർക്കായി? 161 മാർക്കായി, ആദ്യത്തെ 2 സബ്ജക്റ്റും കൂടിയിട്ട്. ഇനി ടോട്ടൽ എത്രയിലാണ് എക്സാം? 100 വെച്ചിട്ട് 3 എക്സാം. 100 + 100 + 100 എത്ര വന്നു? 300. 300ൽ 68%. 300ൻ്റെ 68% എങ്ങനെ കാണാം? 300 × 68 / 100 എത്ര വരും? 0യും 0യും കട്ട് ചെയ്തു. 204 ടോട്ടൽ മാർക്ക്. 3 സബ്ജക്റ്റിനോട് കൂടി കിട്ടിയേക്കുന്നതാണ് 204. ആദ്യത്തെ 2 സബ്ജക്റ്റിന് എത്ര കിട്ടിയിട്ടുണ്ട്? 161 കിട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ സബ്ജക്റ്റിൻ്റെ മാർക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 161. 204 - 161 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 43 മാർക്ക് എന്ന് കിട്ടും. എത്രയിൽ? 100ൽ. നമ്മളോട് ചോദിച്ചേക്കുന്നത് പെർസെൻറ്റേജ് ആണ്. 100ൽ 43 മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ എത്ര തന്നെയാണ് പെർസെൻറ്റേജ്? 43 തന്നെയാണ് പെർസെൻറ്റേജ്. 43% ആണ് ആൻസർ. ഏതാണ് ഓപ്ഷൻ വരിക? ഓപ്ഷൻ നമ്പർ 1. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. എ പ്രിൻസിപ്പൽ ഗിവ്സ് ആൻ എമൗണ്ട് ഓഫ് ₹26,450 in 2 years at the rate of 15% per annum on compound interest. Interest is compounding annually. What is the principal? ഏതോ ഒരു പ്രിൻസിപ്പൾ 2 വർഷം 15% പലിശയ്ക്ക് എത്രയാണ് എമൗണ്ട് ആകുന്നത്? 26,450 രൂപ. അങ്ങനെയാണെങ്കിൽ പ്രിൻസിപ്പൽ എന്താണ്? എങ്ങനെ ചെയ്യാം? 15% ആണ് വന്നേക്കുന്നത് 2 വർഷത്തേക്ക്. നമുക്കപ്പോൾ സക്സസീവ് റേറ്റ് മെത്തേഡിൽ ചെയ്ത് നോക്കാം. എങ്ങനെ സക്സസീവ് റേറ്റ് മെത്തേഡിൽ ചെയ്യേണ്ടത്? 15%നെ ഫ്രാക്ഷൻ ആക്കി എഴുതുമ്പോൾ 3/20 എന്ന് വരും അല്ലേ? 15/100 ആണ് 15% എന്ന് പറയുന്നത്. അപ്പോൾ എത്ര വരിക? 3/20 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ പ്രിൻസിപ്പളിൻ്റെയും എമൗണ്ടിൻ്റെ റേഷ്യോ എന്താ വരിക? പ്രിൻസിപ്പിൾ 20 ആണെങ്കിൽ ഈ 20 എവിടെ നിന്നാണ് വന്നത്? ഡിനോമിനേറ്ററാണ് നമ്മൾ 20 ആയിട്ട് എഴുതിയേക്കുന്നത്, പ്രിൻസിപ്പിളായിട്ട് എഴുതിയേക്കുന്നത്. അപ്പോൾ പ്രിൻസിപ്പിൾ 20 ആണെങ്കിൽ ഒരു വർഷത്തിന് ശേഷം എമൗണ്ട് എത്രയായി? 20 + ഈ 3 ന്യൂമറേറ്ററിൽ വരുന്ന 3. അപ്പോൾ 23 ആയി എമൗണ്ട്. ഇത് ആദ്യത്തെ വർഷം. എത്ര വർഷമുണ്ട്? 2 വർഷം. അപ്പോൾ രണ്ടാമത്തെ ഇയറിൽ എന്തായി? 23 ആയി. അപ്പോൾ ടോട്ടൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്ത് വന്നു? 400 വന്നു. എമൗണ്ട് എന്ന് പറയുന്നത് 529. ഈ എമൗണ്ടിൻ്റെ വാല്യൂ തന്നേക്കുന്നത് 26,450 എന്ന്. അപ്പോൾ 23 × 23 ആണ് 26,450. അപ്പോൾ ഒരു യൂണിറ്റ് എത്ര വരിക? 26,450 / 23 × 23. നമുക്ക് കാണേണ്ടത് പി ആണ്. ഇത് ഒരു യൂണിറ്റ് ആയിട്ടുള്ളൂ. പി എന്ന് പറയുന്നത് 20 × 20 ആണ്. അപ്പോൾ പി = ഇതേ ഇൻറ്റു 20 × 20. ഇനി 23 വെച്ചിട്ട് കട്ട് ചെയ്ത് എത്ര വരിക? 115 5. അപ്പോൾ ആൻസർ എത്ര വരും? 20,000 അല്ലേ? ഓപ്ഷൻ നമ്പർ 1 ആണ് ഇതിൻ്റെ ആൻസർ. നമ്മൾ സക്സസീവ് റേറ്റ് മെത്തേഡിലാണ് എഴുതിയത്. സക്സസീവ് റേറ്റ് മെത്തേഡിൽ തന്നിരിക്കുന്ന പെർസെൻറ്റേജിനെ ഫ്രാക്ഷൻ ആക്കി എഴുതുക. ആ ഫ്രാക്ഷനിൽ നിന്ന് പ്രിൻസിപ്പിളിൻ്റെയും എമൗണ്ടിൻ്റെ റേഷ്യോ എടുത്തു. 2023. രണ്ടാമത്തെ ഇയറിലും 2023. അപ്പോൾ 23 × 23 ആണ് എന്ത്? എമൗണ്ട്. അതാണ് 26,450. അപ്പോൾ അതിൽ നമ്മൾ ഒരു യൂണിറ്റ് കണ്ടു. ഒരു യൂണിറ്റ് കണ്ടു കഴിഞ്ഞാൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് 400 യൂണിറ്റ് ആണ്. അപ്പോൾ 400 യൂണിറ്റ് കാണുമ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടുക? 20,000 രൂപ. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ നമ്പർ ഓഫ് സോളിഡ് സ്ഫിയേഴ്സ് ഈച്ച് ഓഫ് diameter 6 cm that can be made by melting a solid metal cylinder of height 12 cm and diameter 6 cm. ഒരു സിലിണ്ടറിൽ നിന്ന് 12 സെൻറ്റിമീറ്റർ ഹൈറ്റും ഡയമീറ്റർ 6 വരുന്ന ഒരു സിലിണ്ടറിൽ നിന്ന് നമുക്ക് എത്ര ചെറിയ സ്ഫിയേഴ്സ് ഉണ്ടാക്കാൻ പറ്റും? സ്ഫിയേഴ്സിൻ്റെ ഡയമീറ്റർ വന്നിട്ടുണ്ട് 6 സെൻറ്റിമീറ്റർ. അപ്പോൾ എങ്ങനെ ചെയ്യുക? ഇത് മെൽറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ ഈ രണ്ട് അതായത് സിലിണ്ടറിൻ്റെയും സ്ഫിയറിൻ്റെയും ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. സിലിണ്ടറിൻ്റെ വോളിയം എങ്ങനെ കാണുന്നത്? πr². ഡയമീറ്റർ 6 ആണെങ്കിൽ റേഡിയസ് എത്ര വരിക? പകുതി 3 ആണ് വരിക. 3 × 3 ഇൻറ്റു ഹൈറ്റ് 12 ഈക്വൽ ടു സ്ഫിയറിൻ്റെ വോളിയം എങ്ങനെ വരുന്നത്? 4/3 πr³ ആണ്. 4/3 πr എത്രയാണ്? ഡയമീറ്റർ 6 ആണ്. അപ്പോൾ എത്ര വരും? 3 ആണ് റേഡിയസ് വരിക. 3 × 3 × 3
ഈ രണ്ട് ത്രീയും കട്ട് ചെയ്തു. ഈ ത്രീയും പോയി. 4 പൈയും കട്ട് ചെയ്തു. n നമ്പർ ഓഫ് സ്ഫിയേഴ്സ് ആണ്. അപ്പോൾ n ആണ് കാണേണ്ടത്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എത്ര വന്നു? n is equal to 12/4. എത്രയാണ്? 3. ഓപ്ഷൻ നമ്പർ 1 ആണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. If a person weighing 40 kg joins, then the average weight of a group increases by 1 kg. If the weight of this person had been 28 kg, then the average weight of the group would have decreased by 1 kg. The actual average weight of the group is. ഇത് കുറച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് സിമിലർ ആയിട്ടുള്ള കുറച്ചും കൂടി സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ഇതിലേക്ക് വരാം. ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഒരു ബോട്ടിൽ 5 പേരുണ്ട്. 5 പേരുടെ ആവറേജ് 38ആണ്. 5 പേരുണ്ട്. ഇവരുടെ ആവറേജ് എന്ന് പറയുന്നത് 38ആണ്. ബോട്ടിൻ്റെ വെയിറ്റും കൂടി കൂട്ടി കഴിഞ്ഞപ്പോൾ ആവറേജ് എത്രയായി? 52ആയി. അതായത് ഓൾറെഡി 5 പേരുണ്ട്. ബോട്ടും കൂടി വന്നപ്പോൾ എത്ര പേരായി? 6 പേരായി. എത്രയായി ആവറേജ്? 52ആയി. ചോദിച്ചു വെക്കുന്നത് വെയിറ്റ് ഓഫ് ദ ബോട്ടാണ്. ഇത് കാണാൻ വേണ്ടിയിട്ട് നോക്കുക. ആവറേജ് ആദ്യം 38ആയിരുന്നു. ഒരാളും കൂടി വന്നപ്പോൾ അടുത്ത ആളെന്ന് പറയുന്നത് ബോട്ടാണ്. ബോട്ട് വന്നപ്പോൾ ആവറേജ് 52ആയി. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 14ആണ്. 14 യൂണിറ്റ് കൂടി ആവറേജിൽ. 14 യൂണിറ്റ് ആവറേജിൽ കൂടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഒബ്സർവേഷനിലും 14 കൂടി. ഇനി ഇവിടെ 14 കുറഞ്ഞു എന്നാണെങ്കിലോ ഓരോ ഒബ്സർവേഷനിലും 14 കുറഞ്ഞു. ഇവിടെ എത്ര ഒബ്സർവേഷൻ ഉണ്ട്? 6 ഉണ്ട്. അപ്പോൾ 6 × 14 എത്രയാണ്? 84 യൂണിറ്റ് കൂടി. അപ്പോൾ വെയിറ്റ് ഓഫ് ദ ബോട്ട് എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് ദ ബോട്ട് ഇസ് ഈക്വൽ ടു ബോട്ടിൻ്റെ വെയിറ്റ് വന്നപ്പോൾ ആവറേജ് നേരത്തെ ഉണ്ടതിനേക്കാളും കൂടിയേക്കാണ്. എത്ര കൂടി? 84 കൂടി. അപ്പോൾ വെയിറ്റ് ഓഫ് ദ ബോട്ട് എന്ന് പറയുന്നത് ആദ്യം ഉണ്ടായിരുന്ന ആവറേജ് പ്ലസ് എത്രയാണോ ചേഞ്ച് വന്നത് അതാണ്. അപ്പോൾ എത്ര വരിക? ആദ്യത്തെ ആവറേജ് 32 ആണ്. പ്ലസ് 84 എന്ന് പറയുന്നത് എത്ര വന്നു? 122. 122 ആണ് ബോട്ടിൻ്റെ വെയിറ്റ്. ഓക്കെ അല്ലേ? ഈ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? എത്രയോ ആൾക്കാരുണ്ട് അത് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമ്പർ ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത് എന്ന് എടുക്കാം. ആവറേജ് എക്സ് ബാർ. ആ ഒരു ടീമിലേക്ക് ഒരാൾ എക്സ്ട്രാ വന്നു. അപ്പോൾ എത്രയായി നമ്പർ ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത്? n+1 ആയി. വന്ന ആളുടെ വെയിറ്റ് എത്രയാണ്? 40ആണ്. അപ്പോൾ എന്താ സംഭവിച്ചത്? ആവറേജിൽ ഒന്നുകൂടി. ആവറേജിൽ ഒന്നുകൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഒബ്സർവേഷനിൽ ഒന്നുകൂടി. ഇവിടെ എത്ര ഒബ്സർവേഷൻ ഉണ്ട്? n+1 ഒബ്സർവേഷൻ ഉണ്ട്. n+1ൽ 1 കൂടിക്കഴിഞ്ഞാൽ n+1 × 1 എത്ര തന്നെയാണ്? n+1 ആണ്. അപ്പോൾ നമ്മളെങ്ങനെ എഴുതാം? അപ്പോൾ ഇവിടെയാണെങ്കിൽ എക്സ്ട്രാ വന്ന ആൾ ബോട്ടാണ്. അപ്പോൾ ബോട്ടിൻ്റെ വെയിറ്റ് 122 ഈക്വൽ ടു നമ്മൾ എന്താ പറഞ്ഞത്? എക്സ് ബാർ ഓൾറെഡി ഉള്ള ആവറേജ്. അപ്പോൾ ഇവിടെ എങ്ങനെ വരും? വന്ന ആൾ 40 kg ഉള്ള ആളാണ്. അപ്പോൾ ഓൾറെഡി ഉള്ള ആവറേജ് എന്ന് പറയുന്നത് എക്സ് ബാർ ആണ്. പ്ലസ് എത്ര പേരുണ്ടായിരുന്നു? ഇവിടെ 6 പേരുണ്ടായിരുന്നു. 6 പേരിലും 14 കൂടിയുണ്ട്. 6 × 14 എന്ന് എടുത്തു. ഇവിടെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക? n+1 ആൾക്കാരാണുള്ളത്. ഇവരിൽ ഓരോരുത്തരിലും 1 വെച്ചിട്ടാണ് കൂടിയേക്കുന്നത്. അപ്പോൾ × 1 ചെയ്യുമ്പോൾ സെയിം സംഭവം തന്നെ ആയതുകൊണ്ട് പ്രത്യേകിച്ച് എഴുതുന്നില്ല. രണ്ടാമത്തെ കേസിൽ എന്താ പറഞ്ഞേക്കുന്നത്? 28 വെയിറ്റുള്ള ആൾ വന്നപ്പോൾ ആവറേജിൽ എന്ത് മാറ്റം വന്നു? എല്ലാവരുടെയിലും ആവറേജ് -1 കുറഞ്ഞു. അപ്പോൾ എല്ലാവരുടെയിലും -1 കുറഞ്ഞു. അപ്പോൾ ഇവിടെ × -1 വരുമ്പോൾ ഇവിടെ എങ്ങനെ വരിക? ഈ പ്ലസ് സൈൻ മാറിയിട്ട് മൈനസ് ആകും. ഓക്കെ അല്ലേ? നമുക്ക് 2 ഇക്വേഷൻ കിട്ടി. ഇതിൽ രണ്ടെണ്ണത്തിലും n+1 ഉണ്ട്. നമുക്ക് ഈ n+1 എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ ഇക്വേഷനിൽ n+1 ഇസ് ഈക്വൽ ടു 40 - എക്സ് ബാർ എന്ന് വരും. രണ്ടാമത്തെ കേസിൽ n+1 ഇസ് ഈക്വൽ ടു എക്സ് ബാർ -28 എന്ന് വന്നു. രണ്ടെണ്ണത്തിലും LHS സെയിം ആയിട്ട് നമുക്ക് RHS ഇക്വേറ്റ് ചെയ്ത് എഴുതാം. അപ്പോൾ എങ്ങനെ വരിക? 40 - എക്സ് ബാർ ഇസ് ഈക്വൽ ടു എക്സ് ബാർ -28. അപ്പോൾ 2x ബാർ ഇസ് ഈക്വൽ ടു 68 എന്ന് വന്നു. എക്സ് ബാർ എന്ന് പറയുന്നത് എന്തായി? 34 ആയി. എക്സ് ബാർ എന്തായിരുന്നു? ആദ്യമുള്ള ആവറേജ്. ഇതാണല്ലോ നമ്മളോട് ചോദിച്ചു വെക്കുന്നത് ആവറേജ് വെയിറ്റ് ഓഫ് ദ ഗ്രൂപ്പ്. അപ്പോൾ എത്ര ഓപ്ഷൻ വന്നത്? ഓപ്ഷൻ നമ്പർ 3. ഇത് കുറച്ച് എന്താണ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ടൈം കേൾക്കുമ്പോൾ ടഫായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുക. നമ്മൾ എന്നാലും നോക്കുക. ഇങ്ങനെ അല്ലാതെ നമുക്ക് സിംഗിൾ സ്റ്റെപ്പിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 40 kg ഉള്ള ആൾ വന്നപ്പോൾ ആവറേജ് കൂടി, 28 kg ഉള്ള ആൾ വന്നപ്പോൾ ആവറേജ് കുറഞ്ഞു. അപ്പോൾ ആവറേജ് എന്ന് പറയുന്നത് 40ൻ്റെയും 28ൻ്റെയും ഇടയ്ക്കുള്ള വാല്യൂ ആയിരിക്കും. അപ്പോൾ നമ്മളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 40 - 28 ചെയ്യുക, ഡിവൈഡ് ബൈ 2 6 കിട്ടും. അപ്പോൾ ആവറേജ് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ 40 - 6 അല്ലെങ്കിൽ 28 + 6 എത്ര തന്നെയാണ് വരിക? 34 ആണ് വരിക. ഇങ്ങനെ സിംഗിൾ സ്റ്റെപ്പിലും വേണമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാവുന്നതാണ്. മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അടുത്തത്
The distance d a moving body travels varies directly with time t. When a train travels 120 miles in 3 hours, then how many miles would it travel in 8 hours? എന്താ പറഞ്ഞേക്കുന്നത്? ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ഡി എന്ന് പറയുന്നത് എന്തായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്? ടൈമായിട്ട് പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ ഡി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടി. അങ്ങനെയെങ്കിൽ ഡി ഈസ് ഈക്വൽ ടു കെ ടി എന്ന് എഴുതാം. ഡി ടു ഈസ് ഈക്വൽ ടു കെ ടി ടു. പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് കോൺസ്റ്റന്റ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താണ്. അപ്പോൾ എങ്ങനെ എഴുതാം? ഡി വൺ ബൈ ഡി ടു ഈക്വൽ ടു ടി വൺ ബൈ ടി ടു. ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആദ്യത്തെ കേസിൽ എത്രയാണ്? 120 മൈലാണ്. 120 ബൈ രണ്ടാമത്തത് ഡിസ്റ്റൻസ് അല്ലേ കാണേണ്ടത്? ഡി എന്ന് ഇട്ടു. ഫസ്റ്റത്തെ കേസിൽ എത്രയാണ് സമയം? 3 മണിക്കൂറാണ്. രണ്ടാമത്തെ കേസിൽ 8 ആണ്. 3യും 120യും കട്ട് ചെയ്യുമ്പോൾ 40 വന്നു. അപ്പോൾ ഡി ഈസ് ഈക്വൽ ടു 8 × 40 320 മൈൽസ്. ഓപ്ഷൻ 4. അടുത്ത ക്വസ്റ്റ്യൻ. Akhil can complete a piece of work in 26 days. Sakshi and Akhil both can complete the same work in 20 days. They started together, but Sakshi left after working for 6 days. Find the number of days in which Akhil will complete the remaining work. അഖിലിന് ഒറ്റയ്ക്ക് ഒരു വർക്ക് തീർക്കാൻ വേണ്ടിയിട്ട് 26 ഡേയ്സ് വേണം. സാക്ഷിയും അഖിലും കൂടിയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ 20 ദിവസം മതി. ഇവർ രണ്ടുപേരും ഒന്നിച്ച് വർക്ക് ചെയ്തു. പക്ഷെ എന്ത് ചെയ്തു? സാക്ഷി 6 ദിവസം കഴിഞ്ഞപ്പോഴേക്കും പോയി. ബാക്കി വർക്ക് ചെയ്യുന്നത് അഖിലാണ്. അഖിലിന് എത്ര ദിവസം വേണ്ടി വരും? എങ്ങനെ ചെയ്യാം? അഖിൽ എത്ര ദിവസം എടുക്കും? 26. അഖിൽ പ്ലസ് സാക്ഷി 20 ആണ് എടുക്കുക. അപ്പോൾ 26ൻ്റെയും 20ൻ്റെയും LCM ആണ് നമ്മൾ ടോട്ടൽ വർക്ക് എടുക്കുന്നത്. ഇപ്പോൾ 26ൻ്റെ 20ൻ്റെ LCM എത്രയാണ്? 260 ആണ്. അപ്പോൾ നമുക്ക് ഡേയ്സായി, ടോട്ടൽ വർക്കായി. ഇപ്പോൾ എഫിഷ്യൻസി എന്ന് പറയുന്നത് ടോട്ടൽ വർക്ക് ബൈ നമ്പർ ഓഫ് ഡേയ്സ് ആണ്. അപ്പോൾ ഇവിടെ 10 വന്നു, ഇവിടെ 13 വന്നു. എന്താ പറഞ്ഞേക്കുന്നത്? 6 ദിവസം ഒരു ഒന്നിച്ച് വർക്ക് ചെയ്തു. രണ്ടുപേരുടെയും കൂടിയിട്ടുള്ള എഫിഷ്യൻസി 13 ആണ്. 6 ദിവസം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 13 × 6 78 യൂണിറ്റ് വർക്ക് ഇവർ ചെയ്ത് കംപ്ലീറ്റ് ആക്കി. ഇനി എത്ര വർക്ക് ബാക്കിയുണ്ട്? റിമൈനിങ് വർക്ക് എന്ന് പറയുന്നത് 260 മൈനസ് 78 182 അല്ലേ? 182 ആണ് ബാക്കി വരിക. ഇതാരാ ചെയ്യുന്നത്? അഖിലാണ് ചെയ്യുന്നത്. അഖിൽ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്പർ ഓഫ് ഡേയ്സ് ഇസ് ഈക്വൽ ടു ടോട്ടൽ വർക്ക്. അത് 120 ആണ്. 182 ആണ്. 182 ഡിവൈഡ് ബൈ അഖിലിൻ്റെ എഫിഷ്യൻസി 10. എത്ര വരും? 2 വെച്ചിട്ട് കട്ട് ചെയ്താൽ 91 ഡിവൈഡഡ് ബൈ 5. ഓപ്ഷൻ നമ്പർ 4. ഓക്കെ ആണല്ലോ. അടുത്തത്. In March, a shopkeeper has launched a discount scheme for 20% discount on the purchase of jeans and 12% discount on a coat. Also, he is offering 5% discount on using SBI card only to pay. Anand bought jeans of marked price of rupees 1,200 and a coat of marked price rupees 4,500. How much does he have to pay if he pays through an HDFC bank card? ഒരു ഷോപ്പ് കീപ്പർ ജീൻസിന് എത്ര ശതമാനം ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്? ജീൻസിന് 20%, കോട്ടിനാണെങ്കിൽ 12% ഡിസ്കൗണ്ടാണ് കൊടുക്കുന്നത്. മാത്രമല്ല SBI കാർഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എത്ര പെർസെൻറ്റേജ് കൊടുക്കും? ഒരു 5% ഡിസ്കൗണ്ട് എക്സ്ട്രാ കൊടുക്കും. ഒരാൾ ആനന്ദ് ജീൻസ് വാങ്ങിച്ചു. ജീൻസിൻ്റെ മാർക്കറ്റ് പ്രൈസ് 1200 ആണ്. കോട്ടിൻ്റെത് 4500 ആണ്. പക്ഷേ HDFC ബാങ്ക് കാർഡാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ്? ഈ എക്സ്ട്രാ വന്നേക്കുന്ന 5% ഡിസ്കൗണ്ട് ആനന്ദിന് കിട്ടുമോ? ഇല്ല. അപ്പോൾ ഈ 2 ഡിസ്കൗണ്ട്, അതായത് 20%ൻ്റെയും 12%ൻ്റെയും ഡിസ്കൗണ്ട് മാത്രമാണ് കിട്ടുള്ളൂ. അങ്ങനെയല്ലേ ചോദിച്ചേക്കുന്നത് എത്ര രൂപയാണ് ടോട്ടൽ പേ ചെയ്യേണ്ടതെന്നാണ്. അപ്പോൾ 20% ആണ് ഡിസ്കൗണ്ട് എങ്കിൽ നമ്മൾ സെല്ലിംഗ് പ്രൈസ് എങ്ങനെ എടുത്തത്? നമ്മൾ ആദ്യം തുടക്കമുള്ളൊരു ക്വസ്റ്റിനിൽ പറഞ്ഞിരുന്നു 20% ആണ് ഡിസ്കൗണ്ട് എങ്കിൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 100 - 20 80%. എന്തിൻ്റെ 80%? മാർക്കറ്റ് പ്രൈസ് 1200 ആണ് ജീൻസിന്. അപ്പോൾ 1200ൻ്റെ 80%. 0 കട്ട് ചെയ്തു. 12 × 8 എന്ന് പറയുന്നത് 96 ആണ്. അപ്പോൾ 960 രൂപയാണ് ജീൻസിന് പേ ചെയ്യേണ്ടത്. കോട്ടിന് 4500 ആണ് മാർക്കറ്റ് പ്രൈസ്. എത്രയാണ് ഡിസ്കൗണ്ട്? 12% ആണ് ഡിസ്കൗണ്ട്. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എത്ര വരും? 100 - 12 എത്രയാണ്? 88 ഡിവൈഡഡ് ബൈ 100. അപ്പോൾ 45 × 8 എന്ന് പറയുന്നത് 360 ആണ്. 360 × 11 എന്ന് പറയുന്നത് എത്രയാണ്? 396.0. അപ്പോൾ ഇത്രയാണ് കോട്ടിൻ്റെ സെല്ലിംഗ് പ്രൈസ്. ചോദിച്ചേക്കുന്നത് ടോട്ടൽ എത്ര പേ ചെയ്തേക്കുന്നതാണെന്നാണ്. അപ്പോൾ 3960 + 960
49.20. ഓപ്ഷൻ നമ്പർ 1. ഓക്കെ ആണല്ലോ. അടുത്തത് എ ടോയ് കാർ കോസ്റ്റ് ₹1,800. ഇറ്റ്സ് പ്രൈസ് ഈസ് റെഡ്യൂസ്ഡ് ടു ₹1,500 ഇൻ ദ സെയിൽ. ബൈ വാട്ട് പേഴ്സൻറ്റ് വാസ് ദ പ്രൈസ് റെഡ്യൂസ്ഡ്? ആദ്യം 1,800 രൂപ ഉണ്ടായിരുന്ന ഒരു ടോയ് കാറിന് ഇപ്പോൾ എത്ര രൂപയുള്ളൂ? 1,500 ഉള്ളൂ. ചോദിച്ചേക്കുന്നത് പെർസെൻറ്റേജ് ഡിക്രീസ് ആണ്. പെർസെൻറ്റേജ് ഡിക്രീസ് എങ്ങനെ കാണാം? ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ വാല്യൂ. പെർസെൻറ്റേജ് ഡിഫറൻസ് ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ വാല്യൂ ഇൻറ്റു 100. ഡിഫറൻസ് എത്രയാണ്? 1,800 മൈനസ് 1,500 എന്ന് പറയുന്നത് 300 ആദ്യത്തെ വാല്യൂ 1,800 ഇൻറ്റു 100. 0 കട്ട് ചെയ്തു. 6 വെച്ചിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ 50/3. ഏതാണ് ഓപ്ഷൻ നമ്പർ 1. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് y ഇൻ ദ എക്സ്പ്രഷൻ. തന്നിരിക്കുന്ന എക്സ്പ്രഷനിൽ വൈൻ്റെ വാല്യൂ ആണ് കാണേണ്ടത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം? ബോഡ് മാസ് റൂൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ബോഡ് മാസിൽ B സ്റ്റാൻഡ്സ് ഫോർ ബ്രാക്കറ്റ് O ഓഫ് D ഡിവിഷൻ, M മൾട്ടിപ്ലിക്കേഷൻ, A അഡീഷൻ ആൻഡ് S സബ്സ്ട്രാക്ഷൻ. അപ്പോൾ നമുക്ക് ബ്രാക്കറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ബ്രാക്കറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എത്ര വരും? 25 ഇത് 18 എന്നാണ്. 25/18 പ്ലസ് മിക്സ്ഡ് ഫ്രാക്ഷൻ എങ്ങനെയാണ് ഫ്രാക്ഷൻ ആക്കുക? 2 × 6 ചെയ്യുക പ്ലസ് 5. 2 × 6 12 ആണ്. 12 + 5 എന്ന് പറയുന്നത് 17/6 മൈനസ് 7/36. ഇത് മൈനസ് ചെയ്യാൻ എന്ത് വേണം? ഡിനോമിനേറ്റർ സെയിം ആക്കണം. എന്ത് ചെയ്യുക? 36 ആക്കുക. അപ്പോൾ 18 × 2 ആണ് 36. മോളിലും 2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ 6 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ 6 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എത്ര വരും? 50 പ്ലസ് 102 മൈനസ് 7/36. എത്ര വന്നു? 145/36 ആണ് ഈ ഒരു വാല്യൂ വരിക. 145/36. ഇനി ഇതിൻ്റെ പുറത്തൊരു സാധനവും കൂടി ഉണ്ടല്ലോ, 11 2/6. 11 2/6 മാറ്റുമ്പോൾ എന്താ വരിക? 11 × 6 66. 66 + 2 68. 68 / 60 ഡിവൈഡഡ് ബൈ 145/36. ഡിവൈഡഡ് ബൈ എന്ന് പറയുമ്പോൾ എന്താ ചെയ്യുക? അതിൻ്റെ റെസിപ്രോക്കൽ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. റെസിപ്രോക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ തിരിച്ചെഴുതാം. 36 / 145. ഓക്കെ. ഇനി ഈ ബ്രാക്കറ്റിൻ്റെ പുറത്ത് 2 3/7 ഉണ്ട്. 2 3/7 എന്ന് പറഞ്ഞാൽ 2 × 7 14 ആണ്. 14 + 3 17 / 7 ഈക്വൽ ടു y ഡിവൈഡഡ് ബൈ 72.5 ആണ്. പോയിന്റ് കളയാൻ വേണ്ടിയിട്ട് 10 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമ്മൾ ന്യൂമറേറ്ററിലും 10 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇൻറ്റു 204. ഇനി ഇത് കട്ട് ചെയ്യാം. 17 × 12 ആണ് 204. 145 × 5 ആണ് 725. 6ഉം 36ഉം കട്ട് ചെയ്തു. പിന്നെ 6ഉം 12ഉം കട്ട് ചെയ്യുമ്പോൾ 2 വന്നു. ഇവിടെ ഒരു 2 വന്നു. 2 × 2 4 ആയി. 4 × 17 ആണ് 68. അപ്പോൾ വൈൻ്റെ വാല്യൂ എന്ത് വന്നു? ഇവിടെ ഒരു 17 ബാക്കിയുണ്ട്, ഇവിടെ ഒരു 7 ബാക്കിയുണ്ട്. 17/7 ആണ് വൈൻ്റെ വാല്യൂ. ഓപ്ഷൻ നമ്പർ 1. ഓക്കെ ആണല്ലോ. ജസ്റ്റ് സിംപ്ലിഫിക്കേഷൻ ഉണ്ടായിരുന്നുള്ളൂ. അടുത്തത് 120 240 480. ഇതിൻ്റെ LCM കാണാം. എങ്ങനെ LCM കാണാം? 120 240 480. കോമൺ ആയിട്ടുള്ള സംഖ്യകൾ പുറത്തേക്ക് എടുക്കുക. 10 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 12 24 48. ഇനി 12 എടുക്കാം. 12 × 1 12 × 2 12 × 4. 2 പുറത്തുണ്ട്, 2 കോമൺ ആയിട്ടുണ്ട്. 2 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരിക. അപ്പോൾ 12 × 2 24. 24 × 2 48. 48 × 10 480. ഏതാണ് ഓപ്ഷൻ നമ്പർ 3. അടുത്തത്, ഇഫ് ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ എ സം ഓഫ് മണി ഫോർ 2 years at 5% per annum is ₹50, then what is the compound interest when compounding annually at the same rate and for the same time? പ്രിൻസിപ്പിൾ തന്നിട്ടില്ല. 2 വർഷത്തേക്ക് 5% പലിശയിൽ നമ്മൾ ഏതോ ഒരു പ്രിൻസിപ്പിൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണ്? 50 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ സെയിം പ്രിൻസിപ്പിൾ, സെയിം റേറ്റ്, സെയിം ടൈം, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്തായിരിക്കും എന്ന് വെച്ചേക്കുന്നത്. സിമ്പിൾ ഇൻട്രസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എളുപ്പ വഴി എന്ന് പറയുന്നത് Pനെ 100% ആയിട്ട് കൺസിഡർ ചെയ്യാം.
പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസിപ്പലാണ്. പ്രിൻസിപ്പളിന് 100% കൺസിഡർ ചെയ്യുക എല്ലാ കേസിലും. റേറ്റ് എത്രയാണ്? ഈ കേസിൽ 5% ആണ്. ടൈം എന്ന് പറയുന്നത് അല്ലെങ്കിൽ എൻ എന്ന് പറയുന്നത് 2 years ആണ്. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ത് വരും? സിമ്പിൾ ഇൻട്രസ്റ്റ് 5% വെച്ച് 2 വർഷത്തേക്ക്. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ റേറ്റ് എത്രയായി? സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 5 × 2 10%. ഇത് റേറ്റ് ആണ്, സിമ്പിൾ ഇൻട്രസ്റ്റ് റേറ്റ്. 10% ആണല്ലോ 50, കാരണം സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ് തന്നേക്കുന്ന വാല്യൂ 50 ആണ്. നമുക്ക് ഈ കേസിൽ കിട്ടിയേക്കുന്നത് R × T, 5 × 2 10% ആണ്. 10% ആണ് 50. അപ്പോൾ 1% എത്ര വന്നു? 5. അപ്പോൾ പി എത്രയാണ്? പി എന്ന് പറയുന്നത് നമ്മൾ 100% ആണ് എടുത്തേക്കുന്നത്. 1% 5 ആണെങ്കിൽ 100% എന്ത് വരും? ഇൻറ്റു 100 ചെയ്യുക. 500 ആണ് പ്രിൻസിപ്പിൾ. ഇനി ഇത് മനസ്സിലാവുന്നില്ല എന്നാണെങ്കിൽ കൺവെൻഷണൽ ഇക്വേഷൻ യൂസ് ചെയ്യാം. I = PNR/100 ആണ്. I എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ്, P എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ, N നമ്പർ ഓഫ് ഇയേഴ്സ്, R റേറ്റ്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര തന്നെ ആൻസർ വരിക? P = 500 എന്ന് വരും. ഓക്കെ ആണല്ലോ. ഇനി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 5% വെച്ചിട്ട് 2 തവണ. അപ്പോൾ എങ്ങനെ ഇക്വലൻ്റ് റേറ്റ് കാണാം? A + B + AB/100. അപ്പോൾ എന്നും ബി എന്നും പറയുന്നത് പെർസെൻറ്റേജ് ആണ്, റേറ്റ് പെർസെൻറ്റേജ് ആണ്. ഇവിടെ 2 വർഷം 5% തന്നെ ആയതുകൊണ്ട് 5 + 5 + 5 × 5 / 100 എത്രയാണ്? 10.25% ആണ് റേറ്റ്. എന്തിൻ്റെ 10.25%? പ്രിൻസിപ്പളിൻ്റെ 10.25%. പ്രിൻസിപ്പൾ എത്രയാണ്? 500 ആണ്. അപ്പോൾ 500 × 10.25 / 100. 0യും 0യും കട്ട് ചെയ്തു. ഇവിടെ എത്ര വരിക? 25. 51.25. ഓപ്ഷൻ നമ്പർ 2 ആണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ വാല്യൂ. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. എ ഡോഗ് ടേക്സ് 5 leaves for every 6 leaves of a hair, but 4 leaves of the dogs are equal to 5 leaves of the hair. The ratio of the speed of dog and hair is. ഒരു ഡോഗുണ്ട്, ഹെയർ ഉണ്ട്. അപ്പോൾ ഡോഗ് 5 ലീപ്പ് എടുക്കുമ്പോൾ ഡോഗ് 5 ലീവ്സ് എടുക്കുന്ന സമയത്ത് ഹെയർ എത്ര ലീവ്സ് എടുക്കും? 6 ലീവ്സ് എടുക്കും. അതായത് സമയം കോൺസ്റ്റൻ്റ് ആണ് അല്ലേ? ഡോഗ് 5 ലീവ്സ് എടുക്കുന്ന അതേ സമയത്ത് തന്നെയാണ് ഹെയർ 6 ലീവ്സ് എടുക്കുന്നത്. പക്ഷെ എന്താണ് ഇവർ രണ്ടും എടുക്കുന്ന ലീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാടി പോകുന്ന ദൂരം അത് എത്രയാണ്? ഡോഗിൻ്റെ 4 ലീവ്സ് എന്ന് പറയുന്നത് ഹെയറിൻ്റെ 5 ലീവ്സിനാണ് ഈക്വൽ. അങ്ങനെയാണെങ്കിൽ ഇവരുടെ സ്പീഡിൻ്റെ റേഷ്യോ ആണ് കാണേണ്ടത്. സ്പീഡിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് എന്ത് വരും? സ്പീഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡി ആണ്. അപ്പോൾ എസ് ഡോഗിൻ്റെ സ്പീഡ് ബൈ ഹെയറിൻ്റെ സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ഡി ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എച്ച്. ഇതിന് ഈക്വൽ ആണ്. അപ്പോൾ ഡോഗിൻ്റെ ഒരു ലീപ്പിൻ്റെ ഡിസ്റ്റൻസ് നമുക്ക് എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഡോഗിൻ്റെത് എക്സ് ആണെങ്കിൽ ഹെയറിൻ്റെത് വൈ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഡിസ്റ്റൻസ് ഓഫ് ഡോഗ് ബൈ ഹെയർ എന്ന് പറയുന്നത് 5 ലീവ്സിൽ എത്ര യൂണിറ്റ് ട്രാവൽ ചെയ്തു? 5 × x. ഇവിടെയാണെങ്കിൽ 6 ലീവ്സ് 6 × y. ഇനി എക്സിൻ്റെയും വൈൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി എന്ത് വന്നിട്ടുണ്ട്? 4 ലീവ്സ് ഓഫ് ഡോഗ്, അതായത് 4x = 5 ലീവ്സ് ഓഫ് ഹെയർ 5y. അപ്പോൾ x/yൻ്റെ വാല്യൂ 5/4 എന്നും. ഇനി ഈ വാല്യൂ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയല്ലോ. 5/6 × 5/4 എത്രയാണ് വന്നത്? 25:24. ഇത് തന്നെയാണല്ലോ സ്പീഡിൻ്റെ റേഷ്യോ. അപ്പോൾ ഏതാണ് ആൻസർ? 25:24, ഓപ്ഷൻ നമ്പർ 4. ഓക്കെ അല്ലേ? അടുത്തത് കോസ്റ്റ് ഓഫ് 4 ചെയർ ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് 2 ടേബിൾസ്. കോസ്റ്റ് ഓഫ് 4 tables ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് 2 boards ആൻഡ് കോസ്റ്റ് ഓഫ് 4 boards ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് 2 fans. ഇഫ് എ ഫാൻ കോസ്റ്റ് ₹850 then the cost of a chair is. കുറച്ച് സാധനങ്ങളുണ്ട്. ആദ്യം പറഞ്ഞേക്കുന്നത് 4 ചെയറിൻ്റെ പൈസ എന്ന് പറയുന്നത് 2 ടേബിളിനോട് ഈക്വലാണ്. അപ്പോൾ 4 ചെയർ ഈസ് ഈക്വൽ ടു 2 ടേബിൾ. അപ്പോൾ ചെയർ ബൈ ടേബിളിൻ്റെ റേഷ്യോ എന്ത് വന്നു? 1/2. 2 വെച്ചിട്ട് കട്ട് ചെയ്തു. അടുത്തത് 4 ടേബിളിൻ്റെ കോസ്റ്റ് ഈക്വൽ ടു 2 ബോർഡ്സ്. എങ്ങനെ വരും? T/B = 1/2 തന്നെ വരും. വീണ്ടും 4 ബോർഡ്സ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് 2 ഫാൻസ്. അപ്പോൾ B/F = 1/2 ആണ്. ഇതിൽ ഫാനിൻ്റെ തുക തന്നിട്ടുണ്ട് 850. നമുക്ക് കാണേണ്ടത് ആരുടെയാണ്? ചെയറിൻ്റെയാണ്. അപ്പോൾ ആരൊക്കെയുണ്ട്? C/T ചെയർ, ടേബിള്, ബോർഡ്, ഫാന്. C/T എത്രയാണ്? 1:2. അത് നമ്മൾ ഫസ്റ്റ് ലൈനിൽ എഴുതി. അടുത്തത് T/B again 1:2. അതെന്ത് ചെയ്യുക?
അടുത്ത ലൈനിൽ എഴുതുക 1:2. ഇനി B/F 1:2 തേർഡ് ലൈനിൽ എഴുതി 1:2. അപ്പോൾ റേഷ്യോയിലെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പഠിച്ചിട്ടുള്ളത്, ഈ വേക്കൻ്റ് ആയിട്ട് കിടക്കുന്ന സ്പേസിൽ തൊട്ടടുത്തുള്ള റേഷ്യോ വാല്യൂ എഴുതുക. അപ്പോൾ ഇവിടെ ഏത് എഴുതണം, തൊട്ടടുത്ത് 2 ആണ്, ഇവിടെയും 2 തന്നെ എഴുതുക. ഇവിടെ എന്ത് ചെയ്യുക, തൊട്ടടുത്ത് 1 ആണ്, ഇവിടെ 1 ഇട്ടു. ഇവിടെ തൊട്ടടുത്ത് 2 ആണ്, നമ്മളിവിടെ 2 ഇട്ടു. ഇവിടെ 1 വരും, ഇവിടെയും 1 വരും. അപ്പോൾ സിയുടെ വാല്യൂ 1 മൾട്ടിപ്ലൈ ആണ്, 1 × 1 × 1 1 T 2 4 8. അപ്പോൾ C/T/B/F എന്ന് പറയുന്നത് 1:2:4:8 വന്നു. ഇനി 8ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ, അതായത് ഫാനിൻ്റെ വാല്യൂ ആണ് എത്ര, 850. അപ്പോൾ 8ന് കറസ്പോണ്ടിങ് ആയിട്ട് 850. നമുക്ക് കാണേണ്ടത് ചെയറിൻ്റെയാണ്. ചെയറിൻ്റെ എന്ന് പറഞ്ഞാൽ 1 യൂണിറ്റ്. 1 യൂണിറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യുക, 850 ഡിവൈഡഡ് ബൈ 8. അപ്പോൾ 850/8 എന്ന് പറയുന്നത് 1. 5ൽ 0, 50ൽ 6 ആണ് വരും, 48. 106 സംതിങ് വരുന്ന ഒറ്റ ഓപ്ഷനുള്ളൂ, ഓപ്ഷൻ നമ്പർ 1. ഓക്കെ ആണല്ലോ. അടുത്തത്, ഇഫ് ദ റേഡിയസ് ഓഫ് ദ ബേസ് ആൻഡ് ദ ഹൈറ്റ് ഓഫ് എ സിലിണ്ടർ ആർ 17 സെൻറ്റിമീറ്റർ ആൻഡ് 49 സെൻറ്റിമീറ്റർ റെസ്പെക്റ്റീവ്ലി, വാട്ട് ഈസ് ദ കേർഡ് സർഫസ് ഏരിയ ഓഫ് ദ സിലിണ്ടർ? സിലിണ്ടറിൻ്റെ കേർഡ് സർഫസ് ഏരിയ ആണ് കണ്ടത്. എന്താണ് ഇക്വേഷൻ? 2πr × h. ഈ 2 എന്താണ്, 22 എന്താണ്, 2 × 11 ആണ്. 2 × 11 എന്ന് പറയുമ്പോൾ 2 × 22/7 r × h ആണ്. അപ്പോൾ 22 എന്ന് പറയുന്നത് 2 × 11 ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കണം, 11ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. എങ്ങനെയാണ് 11ൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് ചെക്ക് ചെയ്യുക? ഓഡ് പൊസിഷനിലെയും ഈവൻ പൊസിഷനിലെയും ഡിജിറ്റ്സിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 0യോ 11ഓ 11ൻ്റെ മൾട്ടിപ്പിളോ ആയിരിക്കണം. ചെക്ക് ചെയ്ത് നോക്കാമല്ലോ. ഇവിടെ എന്ത് വരും, 5 + 5 10 ആണ്. ഇവിടെ 2 + 6 8 ആണ്. അപ്പോൾ ഇത് 11ൻ്റെ മൾട്ടിപ്പിൾ അല്ല. 10 - 8 എന്ന് പറയുന്നത് 2 ആണ്. അടുത്തത് 5 + 4 9, 2 + 4 എന്ന് പറയുന്നത് 6. വീണ്ടും ഇവിടെ ഡിഫറൻസ് 0 അല്ല, അപ്പോൾ അതും പോയി. 5 + 3 8, 6 + 2 8. അപ്പോൾ 8 - 8 0 വന്നു. അപ്പോൾ ഇത് 11ൻ്റെ മൾട്ടിപ്പിൾ ആണ്. ഇനി ഇതും കൂടി നോക്കിയാൽ മതി. 5 + 8 എന്ന് പറയുന്നത് 13, 2 + 8 എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ ഡിഫറൻസ് 3 വന്നു. അപ്പോൾ ഇതുമല്ല. അപ്പോൾ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ നമ്പർ 3. കാരണം ഇത് മാത്രമാണ് 11ൻ്റെ മൾട്ടിപ്പിൾ ഉള്ളൂ. ഇതുപോലെ നമുക്ക് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തിട്ട് മെൻസുറേഷനിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. അല്ലാതെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യുകയാണെങ്കിലോ, 2 × 22/7 × r എത്രയാണ്, 49 സെൻറ്റിമീറ്റർ. ഓക്കെ, റേഡിയസ് 17 ആണ്, ഹൈറ്റ് 49 ആണ്. ഇത് സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എത്ര തന്നെ ആൻസർ കിട്ടും, 55,236. ഓക്കെ അല്ലേ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എ ഷോപ്പ്കീപ്പർ ഡിസൈഡഡ് ദ പ്രൈസ് ഓഫ് 2 sarees ആൻഡ് 4 shirts ടു ബി ₹1600. വിത്ത് ദ സെയിം മണി വൺ ക്യാൻ ബൈ 1 saree ആൻഡ് 6 shirts. If I want to buy 12 shirts, how much shall I have to pay? 2 സാരിക്കും 4 ഷർട്ടിനും കൂടിയിട്ട് 1600 രൂപയാണ്. പിന്നെ ഒരു സാരിയും 6 ഷർട്ടും ആണെങ്കിൽ എത്ര രൂപയാണ്? സെയിം പൈസ തന്നെ, 1600 ആണ്. അങ്ങനെയെങ്കിൽ 12 ഷർട്ട് മേടിക്കാൻ എത്ര രൂപ കൊടുക്കണം? എന്ത് ചെയ്യാം, സാരീനെ എക്സ് എന്നും ഷർട്ടിന് വൈ എന്നും എടുക്കുകയാണ്. അപ്പോൾ 2x + 4y = 1600. നമുക്ക് 2 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 2 കട്ട് ചെയ്ത് കളഞ്ഞാൽ എത്ര വരിക? 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ x + 2y = 800. ഇക്വേഷൻ നമ്പർ 1. അടുത്തത് 1 സാരി. അപ്പോൾ എക്സ് പ്ലസ് എത്ര ഷർട്ട്? 6y = 1600. നമുക്ക് ഷർട്ടിൻ്റെ വാല്യൂ, അതായത് വൈൻ്റെ വാല്യൂ ആണ് കാണേണ്ടത്. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഈ 2 ഇക്വേഷൻസ് സബ്സ്ട്രാക്ട് ചെയ്യാം. സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്ര വരും? എക്സും പോയി. ഇവിടെ -4y = -800 എന്ന് വരും. മൈനസും കട്ട് ചെയ്തു. y = 4 വെച്ചിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 200 രൂപയാണ് ഒരു ഷർട്ടിൻ്റെ വില. നമുക്ക് എത്ര ഷർട്ട് മേടിക്കണം? 12 ഷർട്ട് മേടിക്കണം. 12 × 200 = 2400 രൂപ. ഓപ്ഷൻ നമ്പർ 3. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഷിഫ്റ്റിലെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇത് യൂസ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. താങ്ക് യു.